വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ ന്യൂറോപ്പതിക് പെയിനിൽ ഉപയോഗിക്കുന്ന നോർട്രിപ്റ്റിലിൻ, ഗബപെന്റിൻ, പ്രിഗാബാലിൻ, മീഥൈൽകോബാലമിൻ ഓർ മെക്കോബാലമിൻ എന്നും വിളിക്കും. സോ ഈ മരുന്നുകൾ ചേർന്ന കോമ്പിനേഷനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ന്യൂറോപ്പതിക് പെയിൻ എന്ന് നമുക്ക് പറയണം. ദെൻ വിവിധ തരം ന്യൂറോപ്പതിക് വേദനകൾ ഒന്ന് പറഞ്ഞു പോകണം. ദെൻ ഇതിനെതിരെ ഉപയോഗിക്കാവുന്ന മരുന്നുകൾ ഏതെല്ലാമാണ്, മരുന്ന് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പറയണം. അതിനുശേഷം നമുക്ക് ഗബപെന്റിൻ ആൻഡ് പ്രിഗാബാലിൻ, നോർട്രിപ്റ്റിലിൻ, മീഥൈൽകോബാലമിൻ കോമ്പിനേഷനെ കുറിച്ച് കൂടി പറയാം. സോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഞാൻ പ്രിഗാബാലിൻ, ഗബപെന്റിനെ കുറിച്ച് പ്രത്യേക വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നോർട്രിപ്റ്റിലിനെ കുറിച്ച് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മീഥൈൽകോബാലമിനെ പറ്റി ഞാൻ വൈറ്റമിൻ B12 എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ചെയ്തു. പക്ഷേ ഈ കോമ്പിനേഷനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് ന്യൂറോപ്പതിക് പെയിനിൽ ഉപകാരപ്പെടുക എന്ന് പറയാൻ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചെയ്യാണ്. ആദ്യം നമുക്ക് ന്യൂറോപ്പതിക് പെയിനെ പറ്റി പറയാം. സോ ഈ വേദനകളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ പെയിൻ, അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റി. അവർ തിരിച്ചിരിക്കുന്നത് ഒന്ന് നോസിസെപ്റ്റീവ് പെയിൻ എന്നാണ്. നോസിസെപ്റ്റീവ് പെയിൻ, ഈ വേദനയ്ക്ക് നമ്മൾ അനാൽജസിക്സ് മരുന്നുകളാണ് കൊടുക്കുക. NSAIDs എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും. കൂടുതലാണെങ്കിൽ ഓപ്പിയോയിഡ്സ് അങ്ങനെയൊക്കെയുള്ള മരുന്നായിരിക്കും നമ്മൾ കൊടുക്കുക. രണ്ടാമത്തത് ന്യൂറോപ്പതിക് പെയിൻ ആണ്. ന്യൂറോപ്പതിക് പെയിൻ എന്നാണ് രണ്ടാമത്തെ വേദന തിരിക്കുന്നത്. മൂന്നാമത്തത് നോസിപ്ലാസ്റ്റിക് പെയിൻ, ഇങ്ങനെ മൂന്നാക്കി തിരിച്ചു. ഇതിൽ നമ്മൾ പറയുന്ന വേദന എന്ന് പറയുന്നത് ഇതാണ് ന്യൂറോപ്പതിക് പെയിനെ പറ്റിയ. സോ ന്യൂറോപ്പതിക് പെയിനിൽ പ്രശ്നം ഇവിടെ ഇഞ്ചുറിയാണ്. ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, ഡിസീസ്. ആർക്കാണ്? ടു നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡി വ്യവസ്ഥയിലാണ് തകരാറ്. ആൻഡ് ഇതിന്റെ ഡെഫിനിഷൻ, ഈ ന്യൂറോപ്പതിക് പെയിന്റെ ഒരു ഡെഫിനിഷൻ അവർ കൊടുത്തിരിക്കുന്നത് ഇതാണ്. പെയിൻ ആണ്. പെയിൻ അറൈസിങ്, ഉണ്ടാവുന്നത് ആസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് വാട്ട്? ഓഫ് എ ലീഷൻ ഓർ ഡിസീസ് അഫക്റ്റിംഗ് സൊമാറ്റോസെൻസറി സിസ്റ്റം എന്നാണ്. സോ കേന്ദ്ര നാഡീവ്യവസ്ഥയിലാകാം, PNS-ലാകാം, ഇതിന്റെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിലാകാം. സോ എന്തായാലും ഡിസ്ഫങ്ഷൻ ഓഫ് നെർവ്. സിമ്പിളായി പറഞ്ഞാൽ വേദനയുടെ കാരണം എന്ന് പറയുന്നത് നാഡീവ്യൂഹത്തിലെ നെർവസ് സിസ്റ്റത്തിലെ പ്രശ്നമാണ്. ഇപ്പോ ഇത് എന്റെ കൈയാണെന്ന് വിചാരിക്കുക. കൈന്റെ ഇവിടെ നിന്ന് വേദന ഇങ്ങനെ പോകുന്നു. ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് ഇങ്ങനെ പോയി ഇത് ബ്രെയിനിലേക്ക് എത്തണം, അല്ലെ, തലച്ചോറിലേക്ക് എത്തുന്നു. സോ ഇതാണ് മുകളിലേക്ക് പോകുന്ന വേദന പാത്വേ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പെയിൻ പാത്വേ എന്ന് പറയും. സോ വേദനയുടെ വിവരങ്ങളുമായി തലച്ചോറിലേക്ക് പോകുന്ന നാഡികളുടെ പ്രവർത്തനം വ്യതിയാനമായിരിക്കാം. മിക്കവാറും പെയിൻ പാത്വേയിൽ അമിതമായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ വേദനയുണ്ട് എന്നുള്ള വിവരങ്ങളായിരിക്കും അങ്ങോട്ടേക്ക് പോകുക. അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു പാത്വേ വരുന്നുണ്ട്, ഇതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു പാത്വേ. ഇതിനെ നമ്മൾ അനാൽജസിക് പാത്വേ എന്നാ പറയാം. ഡിസെൻഡിങ് അനാൽജസിക് പാത്വേ എന്ന് വെച്ചാൽ ബ്രെയിൻ പറയാണ് വേദന കുറയട്ടെ എന്ന് പറഞ്ഞു വിടുന്ന മെസ്സേജ് അത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുമില്ല. സോ അതിന്റെ പ്രവർത്തനം കുറവാണ്. സോ ഇത് കൂടുതൽ എക്സൈറ്റഡ് ആണ്, ഇത് അത്രയും എക്സൈറ്റഡും അല്ല. സോ ഇത് തമ്മിലുള്ള ഇംബാലൻസ് ഉണ്ട്. സോ മൊത്തത്തിൽ രോഗിക്ക് വേദനയാണ്. രണ്ടായാലും രോഗിക്ക് വേദനയുണ്ട്. പരിശോധിച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ശരീരഭാഗത്തൊന്നും പ്രത്യേകിച്ച് തകരാറുകൾ ഒന്നും കാണാനുമില്ല. പക്ഷെ രോഗി വേദനയുണ്ട് പറയുന്നുണ്ട്. ന്യൂറോപ്പതിക് പെയിൻ ഉള്ള ആൾക്കാർ എങ്ങനെയൊക്കെയുള്ള വേദനകളാണ് പറയുക സാധാരണ എന്ന് വെച്ചാൽ, ഒന്ന് ഇറ്റ് ക്യാൻ ബി നംബ്നെസ് എന്ന് വെച്ചാൽ മരവിപ്പാണ്. മരവിപ്പ് പോലെയുള്ള വേദനയാണ്. ഓർ ഇറ്റ് ക്യാൻ ബി ടിംഗ്ലിംഗ് എന്ന് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുന്ന തരം എന്നാണ് എനിക്കറിയാവുന്നത്. വേറെ വാക്കുകൾ ഉണ്ടാകാം. സോ അങ്ങനെയുള്ള വേദനയുണ്ട്. മൂന്നാമത്തത് ഇറ്റ് ക്യാൻ ബി ബേണിംഗ്, പുകയുന്ന പോലെയുള്ള, ചുട്ടുപൊകച്ചിൽ പോലെയുള്ള വേദനകളായിരിക്കും. ഓർ ഇറ്റ് ക്യാൻ ബി സ്റ്റാബിംഗ് എന്ന് വെച്ചാൽ കടുത്ത വേദനയാണ്. ഓർ ഇറ്റ് ക്യാൻ ബി ഷൂട്ടിംഗ് പെയിൻ, വേറൊരു വാക്കാണ് ഷൂട്ടിംഗ് പെയിൻ പോലെയുള്ള, ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള വേദനകൾ. സോ ഇറ്റ് ക്യാൻ ബി, ഇത് തുടർച്ചയായിട്ടുണ്ടാകാം, കോൺസ്റ്റന്റ് ആകാം. ദിസ് ക്യാൻ ബി കോൺസ്റ്റന്റ് ഓർ പാരോക്സിസ്മൽ പോലെ അങ്ങനെയും വരാം. ആൻഡ് ഇങ്ങനെയൊക്കെയുള്ള വേദനകളുണ്ട്. അല്ലെങ്കിൽ സൂചി കുത്തുന്നത് പോലെയുള്ള വേദന എന്നാണ് പറയുക. സൂചി, നീഡിൽ പെയിൻ എന്നൊക്കെ നമ്മൾ പറയും. സോ ഇങ്ങനെയൊക്കെയുള്ള വേദനകളാണ് രോഗികൾ സാധാരണ ആ ഭാഗത്ത് ഒരു ഭാഗത്തൊക്കെ പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി അക്യൂട്ട് ആകാം. അക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് വരുന്ന ഇതാകാം. അല്ല, ഇറ്റ് ക്യാൻ ബി തുടർച്ചയായിട്ട്, കോൺസ്റ്റന്റ് ആയിട്ടും അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടും പറയാം. സോ എന്തായാലും പല വിധത്തിലുള്ള വേദന. ചിലപ്പോൾ മിക്കവാറും ഇത് യഥാർത്ഥത്തിൽ ചെറിയ വേദനകളായിരിക്കാം, നാഡികൾ അമിതമായിട്ട് പ്രതികരിക്കുന്നത് പോലും. സോ അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ അല്ലോഡൈന എന്നാണ് പറയുക. അല്ലോഡൈന ഓർ ഹൈപ്പറാൾജസി. ചെറിയ വേദനകൾ പോലും വലിയ വേദനകളായിട്ട് തോന്നുന്ന കണ്ടീഷനാണ് ഹൈപ്പറാൾജസിയ. സോ വേദന കടുത്തായിട്ടായിരിക്കും തോന്നുന്നു. സോ ഇനി ഞാനിവിടെ പറയാത്ത പല രീതിയിലൊക്കെ രോഗികൾ വേദനകളായിട്ട് പറയും. ഇനി നമുക്ക് ഇത്തരം വേദനകൾ പറയുന്ന രോഗികൾ ഏത് തരം രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ പെടുന്ന രോഗികളായിരിക്കാം ഇത് പറയാം. ഒന്ന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം നെർവ് കംപ്രഷൻ ഉണ്ടായിട്ടുണ്ടാകാം. നാഡികൾ പതിവില്ലാതെ എവിടെയെങ്കിലും അമർന്നിരിപ്പുണ്ടാകും. മറ്റേതെങ്കിലും
ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ ബൾജ് ചെയ്തിട്ട് നാഡിയിലേക്ക് ഇങ്ങനെ അമർന്നിരിക്കുമ്പോൾ വേദന ഉണ്ടാകാം. സോ ഇങ്ങനെയുള്ള വേദന കണ്ടുപിടിക്കാൻ സുഖമായിരിക്കും. MRI CT ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ സ്പൈനൽ കോഡ് ഇഞ്ചുറി. നമ്മുടെ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാലും നെർവ് പെല്ലുകളൊക്കെ നെർവിലേക്ക് ഇങ്ങനെ അമർന്നിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ നെർവ് ട്രാപ്പിംഗ് ഓർ ട്രോമ മൂലമായിരിക്കാം. ദെൻ റാഡിക്കുലോപ്പതീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവ് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം. ക്യാൻസർ ഒരു ഭാഗം വളർന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ള നെർവിനെ അങ്ങോട്ട് അമർത്തുമ്പോൾ കംപ്രഷൻ ഉണ്ടാകാം. സോ ഒരുപാട് സാധ്യതകൾ ഉണ്ട് ഈ നെർവ് കംപ്രഷൻ വരാനുള്ള. സോ ഇത്ര നെർവ് കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ വരാം. 2 സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാരിൽ, പോസ്റ്റ് സ്ട്രോക്ക് പേഷ്യൻസിനകത്ത്, സോ അവിടെ ബ്രെയിനിൽ എവിടെയെങ്കിലും ഭാഗം തകരാറായിട്ടുണ്ടാകാം. അവിടെ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റിമുലേഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേദന വരും. ദെൻ കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം പോലുള്ള കഠിനമായ വേദനകൾ, തലാമിക് പെയിൻ സിൻഡ്രോം അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയ എന്നൊക്കെ പറയുന്ന കഠിനമായ വേദനയാണ്. ഒരു കാരണമില്ല, പക്ഷെ വേദന ഉണ്ട് ബ്രെയിനിൽ, പക്ഷെ പ്രശ്നം ഉണ്ടായിരിക്കാം. ഇനി ചിക്കൻ പോക്സ് മറ്റൊരു കണ്ടീഷനാണ്. ചിക്കൻ പോക്സ് വന്ന ആൾക്കാരിൽ ചിക്കൻ പോക്സ് വീണ്ടും വരുമ്പോൾ അതിന് നമ്മൾ ഹെർപ്പസ് സോസ്റ്റർ, അതാണ് ചിക്കൻ പോക്സ്. സോ ഷിംഗിൾസ് എന്നാണ് അതിന് പറയുക. സോ അപ്പോൾ ഉണ്ടാകുന്ന പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ മൂലമായിരിക്കാം വേദന വരിക. ദെൻ ലൈംസ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം വരാം. ദെൻ 4ാമത്തെ ഒരു കണ്ടീഷൻ പെരിഫറൽ ന്യൂറോപ്പതിയാണ്. പെരിഫറൽ ന്യൂറോപ്പതി നമുക്കറിയാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പെരിഫറൽ ന്യൂറോപ്പതി വരാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഡയബറ്റീസ് ആണ്, പ്രമേഹ രോഗമാണ്. നമുക്കറിയാലോ, ഉയർന്നു നിൽക്കുന്ന ബ്ലഡ് ഷുഗർ മൂലം നെർവ് ഡാമേജ് ഉണ്ടാകാം. പോളിയോൾ പാത്വേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതുപോലെയുള്ള ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞ കടുത്ത വേദന പ്രശ്നമാണ്. അങ്ങനെയൊക്കെയുള്ള വിവിധ തരം ന്യൂറാൾജിക് കണ്ടീഷൻസിൽ വരാം. ദെൻ മറ്റൊരു കാര്യം 5ാമത്തെയാണോ അത്, HIV AIDS ഒക്കെ രോഗികളിൽ ഇത്തരം വേദനകൾ വളരെയധികം കൂടുതലാണ്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാവുന്നത് ഇൻഫെക്ഷൻസ്, അണുബാധകളുള്ള ആൾക്കാർ, ക്രോണിക് ഇൻഫെക്ഷൻസ്, ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലും ഇത് വരാം. ദെൻ മറ്റൊരു പ്രശ്നം, ക്യാൻസർ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ നമുക്കറിയാം. ഉദാഹരണം വിൻക ആൽക്കലോയിഡ്സിലുള്ള വിൻക്രിസ്റ്റിനൊക്കെ പോലെയുള്ള വിൻക ആൽക്കലോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാം. ദെൻ ടാക്സൈൻസ്, പാക്ലിടാക്സൽ പോലെയുള്ള സംഭവങ്ങൾ, ഹാൻഡ് ഫുഡ് സിൻഡ്രോം, അങ്ങനെയൊക്കെയുള്ള വേദനകൾ നമുക്ക് ഉണ്ടാക്കാം. ദെൻ ചിലതരം മോണോക്ലോണൽ ആന്റിബോഡീസ് പോലെയുള്ള പുതിയ മരുന്നുകൾ, അതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ദെൻ അവയവങ്ങൾ മുറിച്ചു മാറ്റിയ ആൾക്കാർ, ഫാൻറ്റം ലെഗ് സിൻഡ്രോം, കാലാണ് മുറിച്ചു മാറ്റിയെങ്കിൽ ഫാൻറ്റം ലെഗ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ആ കണ്ടീഷൻസിലും അവിടെയൊക്കെ വേദന പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ആൽക്കഹോളാണ്, മദ്യമാണ്. ക്രോണിക് ആൽക്കഹോൾ അബ്യൂസ് മൂലം അത് നമ്മുടെ നാഡികളെ സീരിയസ് ആയിട്ട് ബാധിച്ചിട്ട് ഗുരുതരമായിട്ടുള്ള വേദനകൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഉണ്ടാകാം. ദെൻ നാഡികൾ ശരിക്കും പ്രവർത്തിക്കുന്ന വൈറ്റമിൻ, അത് പ്രവർത്തിക്കാനായിട്ട് ശരിക്കും കുറേ വൈറ്റമിനുകളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ B12 പോലുള്ളവയുടെ കുറവ്, ഡെഫിഷ്യൻസി മൂലം വരാം. ദെൻ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പോലുള്ള രോഗങ്ങളുള്ള. ദെൻ പ്രധാനപ്പെട്ട ഒരു കാരണം ക്രോണിക് സ്ട്രെസ് ആണ്. ഗുരുതരമായ അല്ലെങ്കിൽ കഠിനമായ സ്ട്രെസ് തുടർച്ചയായിട്ടുണ്ടായി കഴിയുമ്പോൾ അവിടെ നമുക്കറിയാം കോർട്ടിസോൾ പോലെയുള്ള സംഭവങ്ങൾ കൂടുകയും നാഡികളെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ മൂലമാണ് ന്യൂറോപ്പതി പെയിൻ ഉണ്ടാവുക. ആൻഡ് ഇതിനെ ട്രീറ്റ് ചെയ്ത് സമ്പൂർണ്ണമായിട്ട് മാറ്റലല്ല ലക്ഷ്യം. നമുക്ക് വേണ്ടത് വേദന ഒന്ന് കുറച്ച് നിർത്തി രോഗിയെ സാധാരണ ജീവിതം സാധ്യമാക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ. ഇനി ഇത്തരം വേദനകൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ വിവിധ തരത്തിലുള്ള പല ഗ്രൂപ്പിൽപ്പെട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ. ഇത് ആന്റി ഡിപ്രസൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നെങ്കിലും വിവിധ തരം ഉപയോഗങ്ങളുണ്ട്. ഇത് ഞാൻ ആന്റി ഡിപ്രസൻസ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്. അതിലെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇമിപ്രമിൻ ആണ്. ഇമിപ്രമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ നമ്മളിവിടെ പറയുന്ന നോർട്രിപ്റ്റിലിൻ എന്ന് പറയുന്ന മരുന്ന് ഇവിടെ ഉപയോഗിക്കുന്നതാണ്. ഇമിപ്രമിൻ പോലെയുള്ള ഒരെണ്ണമാണ് ഡെസിപ്രമിൻ എന്ന് പറയുന്നത്. ദെൻ പ്രോട്രിപ്റ്റിലിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. സോ ഇതെല്ലാം വേദനകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ദെൻ രണ്ടാമത്തത് വീണ്ടും ആന്റി ഡിപ്രസൻസ് തന്നെയാണ്. ആന്റി ഡിപ്രസൻസിലെ SNRI എന്ന് പറയും. SNRI ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൂലോക്സിറ്റിൻ എന്ന് പറയുന്ന മരുന്ന്, മിൽനാസിപ്രാൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ വെൽനാഫാക്സിൻ പോലെയുള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളുണ്ട്. അതിൽ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുക. ആൻഡ് മൂന്നാമത്തത് ഏറ്റവും ഫേമസ് മരുന്നുകളാണ് ആന്റി എപ്പിലെപ്റ്റിക്സ് ഗ്രൂപ്പിലാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനമുള്ള മരുന്നുകളാണ്. അതിലാണ് നമ്മുടെ ഗാബാപെന്റിൻ വരുന്നത്, പ്രീ ഗാബാലിൻ പോലെയുള്ള മരുന്നുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ ഇതാണ്. ഇതിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ ട്രൈജെമിനൽ ന്യൂറാൾജിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാർബമാസെപ്പിൻ പോലെയുള്ള ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകളുണ്ട്. ഓക്സ്കാർബാസെപ്പിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. ദെൻ ലാമോട്രിജിൻ പോലെയുള്ള മരുന്നുകളുണ്ട്. ദെൻ മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാൽപ്രോയിഡ് പോലെയുള്ള മരുന്നുകളും ഉണ്ട്. സോ വിവിധ തരം ആന്റി എപ്പിലെപ്റ്റിക്സ് മരുന്നുകളും നമ്മൾ ഈ തരം വേദനകളിൽ നമ്മൾ ഉപയോഗിക്കാറ്. ദെൻ പിന്നെ ഒരു ഗ്രൂപ്പ് ലോക്കൽ അനസ്തെറ്റിക്സ് ആണ്. ലോക്കൽ അനസ്തെറ്റിക്സിൽ ഏറ്റവും ഫേമസ് ലിഡോക്കെയിൻ ആണ്. ലിഡോക്കെയിൻ ഓർ ലിഗ്നോക്കെയിൻ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ജെല്ലായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഡെർമൽ ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ലിഡോക്കെയിൻ്റെ ഒരു ഓറൽ മരുന്നുണ്ട്, ഓറൽ വകഭേദം, ആന്റി അരിത്മിക് ഡ്രഗ് ആണ്. അതിന്റെ പേര് മെക്സിലെറ്റിൻ എന്നാണ്. സോ മെക്സിലെറ്റിനും ചിലപ്പോൾ ഉപയോഗിക്കും.
ഉപയോഗിച്ചേക്കാം. ദെൻ മറ്റൊരു മരുന്ന്, അഞ്ചാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് നമ്മുടെ മുളക് ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒരു മരുന്നാണ്. മുളക് ചെടിയിൽ നിന്ന് കിട്ടുന്ന കാപ്സൈസിൻ എന്ന് പറയുന്ന മരുന്ന് ഒരു 8% വീര്യത്തിൽ ഒട്ടിച്ചു വെക്കുന്ന രീതിയിൽ നമുക്ക് ലഭ്യമാണ്. പിന്നെ ഒരു ആറാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് ടാപ്പൻറ്റാഡോൾ പോലെയുള്ള മരുന്നാണ്. ഇത് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയിലൊക്കെ അനുവാദമുള്ള ഒരു മരുന്നാണ്. അത് നാർക്കോട്ടിക് അനാൽജസിക് ആണ്. ട്രമഡോൾ പോലെയുള്ള മരുന്നാണ്. ദെൻ ഏഴാമത്തെ ഗ്രൂപ്പ് വൈറ്റമിൻ B12 ഗ്രൂപ്പിൽപ്പെട്ട കൊബാലമിൻസ്, നമ്മളിവിടെ മീഥൈൽ കൊബാലമിൻ ആണ് പറയുന്നത്, അതാണ് അതിന്റെ ആക്റ്റീവ് ഫോം. സോ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. ദെൻ ഇതേ ഗ്രൂപ്പിൽ തന്നെ പെട്ട മറ്റു പല മരുന്നുകളും ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ദെൻ ഇതൊന്നും അല്ലാതെ പിന്നെ ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതിയിൽ മാത്രമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന എപ്രാലിസ്റ്റാറ്റ് പോലെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രധാനമായിട്ട് ഈ 3 മരുന്നുകളാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ പറയാം. സോ നമുക്ക് പറയേണ്ട ആദ്യത്തെ മരുന്ന് നോട്രിപ്റ്റിലാണ്. നോട്രിപ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ് വിഭാഗം മരുന്നാണ്. ഈ മരുന്നിന് വേറെയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇവിടെ പെരിഫറൽ ന്യൂറോപ്പതിയിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പല കാരണങ്ങൾ. ഒന്ന്, ദിസ് സോഡിയം ചാനൽ ബ്ലോക്കർ കൂടിയാണ്. ഇത് മരുന്ന് ഒരു സോഡിയം ചാനൽ ബ്ലോക്കറാണ്. വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്ന സൊമാറ്റോസെൻസറി ആ വേദന അങ്ങോട്ടേക്ക് പോകുന്ന, ഇവിടെ വേദന ഉണ്ട്, അത് ബ്രെയിനിലേക്ക് പോകുന്ന പാത്വേയിൽ സോഡിയം ചാനലുകളെ തടയുമ്പോഴത്തേക്കും വേദന കുറയും. സോ വേദന പ്രവാഹങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. ബ്രെയിനിൽ വേദന എത്തുന്നത് കുറയും. അതാണ് ഇതിന്റെ ഒരു മെക്കാനിസം ആക്ഷൻ. ഇതൊരു സെക്കൻഡറി അമീൻ ആണ്. സെക്കൻഡറി അമീൻ പ്രധാനമായിട്ടും നോർ അഡ്രിനാലിന്റെ റീ അപ്ടേക്ക് ആണ്. നോർ അഡ്രിനാലിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രെയിനിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വേദനയുള്ള ഭാഗത്തേക്ക്, ഇത് ബ്രെയിൻ ആണെങ്കിൽ സ്പൈനൽ കോർഡ്, ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ പാത്വേ കുറവാണെങ്കിൽ സോ അതിവിടെ ഉത്തേജിപ്പിക്കാനായിട്ട് നോർ അഡ്രിനാലിൻ റീ അപ്ടേക്ക് തടയുന്ന മൂലം വർദ്ധിക്കുന്ന നോർ അഡ്രിനാലിൻ മൂലം ഈ പാത്വേ കൂടുതലായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക്. ഇപ്പോൾ ഡിസെൻഡിങ് അനാൾജസിക് പാത്വേ, താഴത്തേക്ക് വേദന പോകുന്ന പാത്വേ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ വേദന കുറയും. സോ ഇതാണ് രണ്ടാമത്തെ ഒരു ഉപയോഗം. മൂന്നാമത്തെ, ഇതൊരു ആന്റി ഡിപ്രസന്റ് മരുന്നാണ് നമ്മൾ പറഞ്ഞു. സോ വേദനകൾ മൂലമുള്ള വിഷാദങ്ങൾ തുടങ്ങിയൊക്കെ കുറയ്ക്കും, അല്പം ഉറക്കമൊക്കെ ഉണ്ടാക്കും, ഉന്മേഷം വർദ്ധിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ മൂലം അങ്ങനെയും ഇതിന് പ്രവർത്തിക്കും. സോ വേദനയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഇത് രണ്ടുമായിരിക്കും ആക്ഷൻ. വേദനയും അല്ലാത്ത അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഗുണങ്ങൾ ഇങ്ങനെയും ലഭിക്കും. സോ അതുകൊണ്ടാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുക. ആൻഡ് ഈ മരുന്നിന് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ പല പ്രവർത്തനങ്ങളും ഈ മരുന്നിന് കുറവാണ്. ഉദാഹരണത്തിന് ആന്റി കോളിനർജിക് എഫക്ട് ഉണ്ട് എങ്കിലും നോട്രിപ്റ്റിലിന് അത് മറ്റുള്ള അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. ദെൻ ആന്റി ഹിസ്റ്റമിനിക് ആക്ഷൻ ഉണ്ട്, അതും ഇച്ചിരി കുറവാണ്. ദെൻ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ പോലെയുള്ള ആൽഫ 1 ബ്ലോക്കിംഗ് ആക്ഷൻ മൂലമുള്ള ആക്ഷൻ, അതും ഇതിന് കുറവാണ്. അപ്പോൾ തലചുറ്റിലോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പക്ഷെ കുറവാണ്. ദെൻ ഹൃദയ സംബന്ധമായിട്ടുള്ള അരിത്മി ഉണ്ടാക്കാനുള്ള ആ ചാൻസസുകളും ഈ മരുന്നിന് കുറവാണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ആക്ഷൻ. ദെൻ പൊട്ടാസ്യം ചാനലിലുമുള്ള ആക്ഷൻ കുറവാണ്. സോ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ മരുന്നിന് കുറവാണ്. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഡോസ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. കോമ്പിനേഷൻ മരുന്നാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ മരുന്നിന്റെ ഡോസ് കുറയ്ക്കാം, മറ്റു മരുന്നിന്റെ എല്ലാം ഡോസ് കുറയ്ക്കാൻ പറ്റും. സോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. പക്ഷെ അപ്പോഴും ഉണ്ടാക്കാവുന്ന കുറച്ച് പ്രശ്നങ്ങളൊന്ന് സ്ലീപ്പിനെസ്, ഉറക്കപ്പിച്ച് ഉണ്ടാക്കാം, ഡിസിനെസ്, മയക്കം, ക്ഷീണം, വായവരൾച്ച, ഡ്രൈനസ്, ആന്റികോളിനർജിക് സൈഡ് എഫക്ട് മൂലം ക്ഷീണം ഉണ്ടാക്കാം. ദെൻ വെയിറ്റ് ഗെയിൻ, അല്പം വെയിറ്റ് ഗെയിൻ എന്തായാലും ഉണ്ടാക്കാം. ദെൻ മൂത്രം പിടിച്ചു വെക്കൽ ബിക്കോസ് ഓഫ് ആന്റികോളിനർജിക് സൈഡ് എഫക്ട്സ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഡോസ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ടും എല്ലാ മരുന്നിന്റെയും കൂടി വരുമ്പോഴത്തേക്കും ഡോസ് എഫക്റ്റ് ഒക്കെ കുറവായിരിക്കും. ഇനി ഈ മരുന്നിന്റെ മറ്റുപയോഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൈഗ്രെയിൻ തലവേദനയ്ക്ക് കൊടുക്കാം ഈ മരുന്ന്. രാത്രി കിടന്നുറങ്ങുമ്പോൾ മൂത്രം ഒഴിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള രാത്രി ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ദെൻ പുകവലി നിർത്താനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വയറിളക്കം, പ്രധാനമായിട്ടുള്ള ഇറിറ്റബിൾ IBS, അതിനകത്തൊക്കെ ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള പല ഉപയോഗങ്ങളുണ്ട് ഈ മരുന്നിന്. പക്ഷേ ഇപ്പോൾ പ്രധാനമായിട്ടും ആന്റി ഡിപ്രസന്റ് ആൻഡ് വേദനാ സംഹാരി, ഈ പെരിഫറൽ ന്യൂറോപ്പതിയിലൊക്കെയാണ് ഈ മരുന്ന് ഉപയോഗിക്കുക. ഇനി പ്രീഗാബാലിൻ ആൻഡ് ഗാബാപെന്റിൻ, ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ അത്യാവശ്യം കുറച്ചാണ് പറയുന്നത്. സോ ഇത് ആൽഫ 2 ഡെൽറ്റ യൂണിറ്റ് ഓഫ് കാൽഷ്യം വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനലിനെ തടയുന്ന മരുന്നാണ്. സോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേദന പ്രവാഹങ്ങൾ ഇവിടുന്ന് വേദന ഇങ്ങോട്ടേക്ക് കടന്നു പോകണമെങ്കിൽ ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യണം, അത് ഇതിലൂടെ കടന്നു പോകണം. സോ അത് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. സോ ഈ സംഭവങ്ങൾ കുറയും, അപ്പോൾ വേദന കുറയും. ഇപ്പോൾ ഗ്ലൂട്ടമേറ്റ് അത് കുറയും, സബ്സ്റ്റൻസ് P പോലുള്ള സംഭവം, ഇങ്ങനെയൊക്കെയുള്ള വേദനകൾ ഉയർത്തിവിടുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആക്ഷൻസ് ഒക്കെ കുറയും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ഷൻ. ആൻഡ് അടിസ്ഥാനപരമായിട്ട് ഇതൊരു ആന്റി എപ്പിലെപ്റ്റിക് മരുന്നിന്റെ കീഴിലാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ അത് ഫോക്കൽ സീഷേഴ്സിന് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് വേദനയുടെ അമിത പ്രതികരണം, അല്ലോഡൈനിയ ആൻഡ് ഹൈപ്പറാൾജസിയ എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇത് തടയുക. അതുകൊണ്ട് മരുന്ന് അമിതമായിട്ടുള്ള വേദന ഉണ്ടാകുന്നത് കുറയും. ദെൻ ന്യൂറോപ്പതിക് പെയിൻ അല്ലാതെ മറ്റ് പല ഉപയോഗങ്ങളും ഈ മരുന്നിനുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ പ്രീഗാബാലിൻ ഗാബാപെന്റിൻ എന്ന് പറയുന്ന വീഡിയോ കാണുക. ആൻഡ് ഇതിന് ലിവറിൽ മെറ്റബോളിസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലിവർ സേഫ് ആണ് മരുന്ന്. വൃക്കയിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മരുന്നാണ്. സോ സേഫ് മരുന്നാണ്. പ്രീഗാബാലിന് ഒരു 600 മില്ലിഗ്രാം വരെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഗാബാപെന്റിൻ 1800 മില്ലിഗ്രാം, അങ്ങനെയൊക്കെയുള്ള തോതിലൊക്കെ ഉപയോഗിക്കാം. ആൻഡ് മരുന്നിന് ദോഷഫലങ്ങളും കുറവാണ്. ഉള്ള ദോഷഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്
പറഞ്ഞ മാതിരി സ്ലീപ്നെസ്, മയക്കം, ക്ഷീണം, ഉറക്കച്ചടവ്, വിശപ്പ് വർധന, ഭാരവർധന, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മരുന്നിനും ഉണ്ടാവുക. ഇനി കോമ്പിനേഷൻ വരുന്ന മൂന്നാമത്തെ മരുന്ന് കൊബാലമിൻ ഓർ വൈറ്റമിൻ B12 ഗ്രൂപ്പിൽപ്പെട്ട മീഥൈൽ കോബാലമിൻ ഓർ മെക്കോബാലമിൻ എന്ന് പറയുന്നതാണ്. സോ ഇതൊരു മെച്ചുറേഷൻ ഫാക്ടറാണ്. നെർവ് ഒക്കെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണം, നമ്മുടെ RBC ഡെവലപ്പ് ചെയ്യാൻ വേണം. സോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങളുള്ള സംഭവമാണ്. മീഥൈൽ കോബാലമിൻ ഇന്ത്യയിൽ മരുന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഇതൊക്കെ വെറും ഫുഡ് സപ്ലിമെന്റ് എന്ന തോതിലായിരിക്കും ലഭിക്കുക. ആൻഡ് ഇത് നാടികളെ പൊതിയുന്ന, ഇപ്പോൾ ഒരു നാടിയാണെങ്കിൽ ഇത് അതിന്റെ നാഡി ഭാഗമാണെങ്കിൽ, ഇതാണ് ഒരു നാടിയെങ്കിൽ ഇതിനെങ്ങനെ പൊതിയുന്ന ആക്സോൺ പൊതിയുന്ന മയലിൻ ഷീത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ മയലിൻ ഷീത്ത് ഉണ്ടാവാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഉണ്ടായ മയലിൻ ഷീത്ത് ഡീമയലിനേഷൻ നടക്കാനും ഇതില്ലെങ്കിൽ കാര്യമാണ്. സോ അങ്ങനെയുള്ളതുകൊണ്ട് നാഡീ സംരക്ഷണങ്ങൾ ആണ് ഇതിന്റെ പ്രധാനം. നാഡീ തകരാറുകൾ കുറയ്ക്കലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം. ഒരു 0.5 to 1.5 മില്ലിഗ്രാം ഒക്കെയാണ് ഇത് കഴിക്കുക. സോ ഇതാണ് ഈ മരുന്ന്. സോ അപ്പോൾ നമ്മൾ ഈ 3 മരുന്നുകൾ കൂടി ചേർത്ത് കഴിയുമ്പോൾ എന്തൊക്കെ ആയിരിക്കും ഗുണം? ഈ മരുന്ന് വേദനകളെ കുറയ്ക്കുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നത് കുറയ്ക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നത് കുറയ്ക്കുന്നുണ്ട്. ഗാബപ്പെനിലാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത് കുറയ്ക്കുന്നുണ്ട്. ഇത് നാഡിക്ക് സംരക്ഷണം കൊടുക്കുമ്പോൾ ഹൈപ്പറാൾജസിയ, അല്ലോഡൈന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കുറേയധികം കുറയും. ഇനി ഇതിനോടൊപ്പം ചേർത്ത് വരാവുന്ന ചില മരുന്നുകൾ, ഉദാഹരണം ആൽഫ ലിപ്പോയിലിക് ആസിഡ് ഒക്കെയാണ്. ആൽഫ ലിപ്പോയിലിക് ആസിഡ് പോലെയുള്ള മരുന്നുകൾ. സോ ഇതും പല രീതിയിൽ നെർവിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന മരുന്നുകൾ. സോ അങ്ങനെ കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് നോട്രിപ്ലിൻ, പ്രിഗാബാലിൻ, ഗാബപ്പെന്റിൻ, മീഥൈൽ കോബാലമിൻ പോലുള്ള മരുന്നുകൾ ചേർത്ത് ഉപയോഗിക്കുന്നത്, കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്നത് വിവിധ തരത്തിലുള്ള ന്യൂറോപ്പതിക് വേദനകളിലാണ് എന്നുള്ളത്. സോ ന്യൂറോപ്പതിക് പെയിൻ തന്നെ പല തരത്തിലുണ്ട് നമുക്കറിയാം. സോ വൈഡ് റേഞ്ച് ഓഫ് പെയിൻസിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.